അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഞങ്ങളെ അടുത്തുള്ള തന്നെ ഒരു 300 മീറ്റർ അല്ലേ നിസാമരുണ്ടോ? ആ കാണാൻ വരാനാ. അപ്പൊ അതിന് ഓളെ കൂട്ടി പറയാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പറയാം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് സെറ്റ് ആയത്. ആ പിന്നെ നിങ്ങൾ കണ്ടാളുടെ ഒരു ഫോട്ടോ ഓളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് കണ്ടിക്കോന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത് പങ്ങളെ കൂട്ടുകാരത്തിന് അടിച്ചു മാറ്റിയില്ലേ പങ്ങളെ. നിങ്ങൾ എന്നെടുത്തതാ ഫോട്ടോ? അതൊരു സിനിമ എടുക്കാം. സത്യം. അതെ, 5 കൊല്ലതും കേക്കൊന്നും മുറിക്കൂല. എന്തിനാ വെറുതെ ഓരോ ആയുസ് കുറയല്ലേ. നമ്മളെന്തിനാ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് കേക്കൊക്കെ മുറിക്കണേ? നമ്മളെ ആയുസ് കുറയുമ്പോ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താ സംഭവം എന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോ, നിക്കാഹ് കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് നിക്കാഹും കല്യാണമൊന്നുമല്ല, ജസ്റ്റ് സിമ്പിളായിട്ടൊരു പരിപാടി. മീൻസ് ഒരു നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയം, കല്യാണം ഉറപ്പിക്കുക, അങ്ങനത്തെ തന്നെ ഉള്ളൂ. അപ്പോൾ കല്യാണം ഉറപ്പിക്കുക ആ സംഭവം. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇപ്പം നിങ്ങൾക്കെല്ലാം ഉണ്ടായി. ഞാനൊക്കെ അവിടെ എന്താ കാട്ടിയിരുന്നത്? ഞങ്ങളെപ്പോൾ പോയത് വെച്ചിട്ടാ, ഞങ്ങൾ 3:30 പോയിട്ട് മറ്റേ പോപ്പർ സാധനങ്ങളിലൊക്കെ കറക്റ്റ് വെളിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ ലേറ്റ് ഇറങ്ങണം. ബീച്ച് സൈഡിൽ ഇറങ്ങി നല്ല വെളിച്ചവും അലാക്കിൻ്റെ കാറ്റും. ഇത് കാരണം നമുക്കൊന്നും നടക്കില്ല. ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ കുറേ ഫോട്ടോസുകൾ എടുത്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസുകൾ എടുത്തു. വീഡിയോസൊക്കെ പിന്നെ ലാസ്റ്റ് ഒരു വെളിച്ചം കമ്മിയായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ പോയത് എവിടെയാണ് സ്ഥലത്തിൻ്റെ പേരെന്താ കറക്റ്റ്? മലപ്പുറം താനൂരിൻ്റെ അപ്പുറം അല്ലേ? എന്താണ്? കൂട്ടായി ബീച്ച്. അങ്ങനത്തെ ഒരു ബീച്ചാണ്. പിന്നെ ഇനി ഞാൻ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളുടെയൊക്കെ റിപ്ലൈ ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു, മറ്റേ എൻ്റെ അനിയത്തിയുടെ കമ്പനി കാര്യത്തിൽ തന്നെ അടിച്ചൂലേ? കുറേ ആൾക്കാർ. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അനിയത്തിയുടെ കമ്പനിക്കാരെന്നല്ല, ഇവര് ഓൻ അടിച്ചതിന് ശേഷമാണ് ഞങ്ങള് കമ്പനി ആയത്. അതെ, അടിച്ചതിന് ശേഷോ? നിങ്ങളെന്തായാലും കമ്മിറ്റഡ് ആയതിനു ശേഷമല്ലേ ഞങ്ങള് കമ്പനി ആയത്. അതെ, അതിൻ്റെ ശേഷമാണ് ഇവർ കമ്പനി ആയത്. അപ്പോൾ പിന്നെതാ എനിക്ക് എന്താ പറയുള്ളൂ ഇതിനെ പറ്റി നിലവിലുള്ളൊരു അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്? എന്താ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അതെ, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ഡബിൾ ഹാപ്പിയാണ്. കുറേ പണി പെട്ടുക്കണം, എന്നാലും നമ്മൾ ഹാപ്പിയാണ് അല്ലേ? കൊറേ അനയാടിലും കൊറേ ഇടങ്ങാറായിക്കണോ? ആരോളോ? എന്താണെന്ന് പറഞ്ഞ എന്ത് പറ. അവള് കൊറേ ഇടങ്ങാറായിക്കണോ? ഇനി വന്നാലേലും നേരെ പൊന്നു പോലെ നോക്കിയാ മതി. പിന്നെ അവൾക്ക് എത്ര വയസ്സ്? ചെറിയ കുട്ടിയാണല്ലോ, 13 വയസ്സുള്ള കുട്ടീനെയാണ് കിട്ടാൻ പോകുന്നത്. അവൾക്ക് എത്ര വയസ്സ് വെച്ച്? അവൾക്ക് 19 കഴിഞ്ഞു. അനക്ക് എത്ര വയസ്സ്? 18. കുറെ ആൾക്കാർ പറയുന്നു അനിയത്തിനേക്കായും പ്രായം കുറവാണല്ലോ അവൾക്ക്. കണ്ടാ തോന്നുന്നു പ്രായം ഉണ്ടെന്നല്ലേ? അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് ചിലപ്പം കണ്ട പ്രായം തോന്നൂല. അവൾക്കൊക്കെ 19 20 വയസ്സാവാൻ പോണ്. ഇവള് അനക്ക് എത്ര വയസ്സ്? 18 19 ആവണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെയും അതവിടെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ പറയുന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ഒരു ഞങ്ങളെ അടുത്തുള്ള തന്നെ. ഇവിടുന്ന് ഒരു എത്ര നടക്കാണ്ടാവും ഓരോ വീട്ടിലേക്ക്? എത്ര ഉണ്ടാവും ചോദിച്ചാ ഇങ്ങനെ ഇവരോട് പറയാ എത്ര ഉണ്ടെന്ന്. എത്ര ഉണ്ട്? കിലോമീറ്റർ പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്നാലും ഒരു 300 മീറ്റർ അല്ലേ നിസാമരുണ്ടോ? ആ കാണാൻ വരാൻ. ആ കാണാനല്ല, 300 മീറ്റർ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ പരിപാടി ഒന്നും, നമ്മൾ ചെറിയ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നിക്കാഹും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ കുറേ ആൾക്കാർ, ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ഇട്ടതിൽ Q&A ഇട്ടതിൽ കുറേ ആൾക്കാർ ലവ് സ്റ്റോറി പറയുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ലവ് സ്റ്റോറി പറയണമെങ്കിൽ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ലവ് സ്റ്റോറി പറയണമെന്നുണ്ട്, പക്ഷേ അവളെയും കൂട്ടി പറയുമ്പോഴല്ല അതിനൊരു എന്താ പറയുക, ഒരു ഫുള്ളൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ ആ സംഭവം മൊത്തം. അപ്പോൾ അതിന് ഓളെയും കൂട്ടി പറയാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പറയാം. അപ്പോൾ ലവ് സ്റ്റോറിയൊക്കെ ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ലവ് സ്റ്റോറി ഒരു സിനിമക്കുള്ളുണ്ടാവും മക്കളെ. നമുക്കതൊരു സിനിമ എടുക്കാം. സത്യം. അതെ, 5 കൊല്ലതും ഉണ്ടാണ്ടിരി. അങ്ങനെ കൂടുതലൊന്നും പറയരുത്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ലവ് സ്റ്റോറി ഞാൻ പറയാം. ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നാൽ നമുക്കെല്ലാം പറയാം. അപ്പോൾ ഇതൊക്കെയല്ലേ. അപ്പം ഇനി ഞങ്ങളവിടെ പോയ കാര്യങ്ങൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് ഞാൻ അത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ വീഡിയോ ഫുള്ള് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്
ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരാം. അപ്പൊ രാവിലെ തന്നെ നീച്ചിട്ട് വണ്ടി കഴുകുകയാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാപ്പയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് നടക്കുന്ന എൻ്റെ അനിയനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ അവളുടെ ഫാമിലിയൊക്കെ വരാണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെ അനിയത്തിനടുത്താണ് വീഡിയോ എടുക്കാൻ കൊടുക്കുന്നത്. ഇമ്മാക്കൊന്നും പിന്നെ വീഡിയോ എടുക്കുന്നതിന് ഇഷ്ടമല്ല വല്ലാതെ. ഞങ്ങൾ നേരെ പോണത് കൂട്ടായി ബീച്ചിലേക്കാണ്. അവിടെ ഞങ്ങളെ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അവരുടെ ഫാമിലിയൊക്കെ വരാണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തി. ഇവിടെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ കടലൊക്കെ നോക്കി അങ്ങനെ നിന്നു. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ക്യാമറമാൻ വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്ത്. പിന്നെ ക്യാമറമാനൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കുറേ കാലത്തെ കാത്തിരിപ്പാണ്. അപ്പൊ അങ്ങനെ ഒടുവിലാകും സംഭവം. പിന്നെ ബീച്ച് സൈഡിൽ നിന്ന് ഞങ്ങളുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു നന്നായിക്കണം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ പോയത് പറഞ്ഞ ഒരു 3:30 മണിക്കൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവരുടെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയൊക്കെയാണ് ഇതൊക്കെ നോക്കി നിൽക്കുന്നത്. കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ കുറച്ച് പണിയാണ്. കാരണം നമ്മുടെ ഒരു കുറേ വീഡിയോസ് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടൂല. പിന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കുറേ നാലുപുറം നോക്കുന്നുണ്ട്. കാരണം വീട്ടുകാരൊക്കെ നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. കാതിൽ കൊതിയേറും ഇലാഹിൻ ഹംദിൻ നിശലലകൾ കാണാത്തൊരു ലോകം നീന്തിയ അനുരാഗ. പിന്നെ ബീച്ചത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഫാമിലി ഫോട്ടോസ് എടുക്കലോ എടുത്ത്. പിന്നെ ഇവരൊക്കെ എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ അനിയൻ, പിന്നെ ഉമ്മ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവളുടെ ഫാമിലി ഫോട്ടോ എടുക്കലെടുത്ത്. ഇതൊന്നും അവളുടെ അപ്പ, പിന്നെ അവളുടെ ഉമ്മ, അനിയത്തി, പിന്നെ അവരുടെ കാക്കുവാണുള്ളത്. പിന്നെ അനിയത്തിനടുത്താണ് വീഡിയോ എടുക്കാൻ കൊടുത്തിരിക്കുന്നത്. അവൾ എന്തൊക്കെയാണ് ഇരുന്ന് കാട്ടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ വന്ന എല്ലാവരെയും കൂടി ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ സിംഗിൾ ഫോട്ടോസ് എടുത്ത് അവർ നമ്മുടെ ഫാമിലി, അവരുടെ ഫാമിലിയുടെ ഒക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളും. അവളുടെ ഉമ്മയും വാപ്പയാണ്. അവരുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായി. പിന്നെ എൻ്റെ ഉമ്മക്കൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് പ്രാന്ത് വരുന്നുണ്ടാവും. കുറേ നേരം ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ ഞങ്ങളുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലെടുത്ത്. നമ്മുടെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതങ്ങനെ നടന്നു, അൽഹംദുലില്ലാ. പിന്നെ ഈവനിങ് ആയപ്പോൾ വെളിച്ചൊക്കെ ഒന്ന് പോയി. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസുകളൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ക്യാമറമാൻ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിൽക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമുക്ക് നല്ല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു തന്നു കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ക്യാമറ വർക്കൊക്കെ ഉഷാറായി ചെയ്തു തന്നു. പിന്നെ നമ്മുടെ ഇവൻ്റൊക്കെ ചെയ്തത് CK ഇവൻ്റ് പറഞ്ഞ ടീമാണ്. അപ്പോൾ അവർക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ടാണ് അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെയാണ് എടുക്കേണ്ടത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ നോട്ടം കണ്ടാറേ കുറേ നേരമായിട്ട് പ്രാന്ത് വന്നിട്ട് നിൽക്കുന്നത് പെരയെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ മുട്ടൊക്കെ കുത്തിയിട്ട് മസിലൊക്കെ കയറി പിടിച്ചിരുന്നു. അങ്ങനെ കുറേ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്തായാലും ഉഷാറായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് വീട്ടിൽ പോകാൻ നോക്കുകയാണ്. അങ്ങനെ ക്യാമറ വർക്ക് ചെയ്തവരൊക്കെ നല്ല ഉഷാറായിട്ടാണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. പിന്നെ ഫാമിലീസൊക്കെ കുറേ നേരം പോസ്റ്റ് ആയിക്കണം, അത് വേറെ കാര്യം. കാരണം കുറേ വീഡിയോസുകൾ എടുക്കാണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് കെട്ടിച്ചേരില്ല, അത് നടക്കൂല. അവർക്കൊക്കെ ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ. ഈ ഒരു ക്ലിപ്പിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെട്ടെന്ന് ചാടി പ്രപ്പോസ് ചെയ്യുന്ന മാതിരി ഇരുന്നിട്ട് കാലിൻ്റെ വേദനയൊക്കെ നല്ല മസിലൊക്കെ കയറിയിട്ട് കാല് നല്ല വേദനയായിരുന്നു കുറച്ച്. പിന്നെ ഈ സീനൊക്കെ കാണുമ്പോൾ നല്ല എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ നല്ല പാടാണ്, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ ഇട്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്കാണ് പോയി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.